ഞാനാണ് ജയന്റെ മകൻ. ഇങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങൾ വളരെ വിമർശനാത്മക ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് 100% ശരിയാണെന്ന് നമുക്ക് പറയാൻ ആവുന്നില്ലാത്ത കുറച്ച് വർഷങ്ങളായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസാര വിഷയമാണ് ജയന്റെ മകൻ എന്നവകാശപ്പെടുന്ന മുരളി ജയന്റെ വാക്കുകൾ. നമുക്കറിയാം, മുരളി ജയന്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാർത്ത ലഭ്യമാക്കുന്ന വിവരങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ വാക്കിലും ഓരോ നോക്കിലും ആ മുരളി ജയൻ എന്ന് പറയുന്ന ഒരു ആക്ടർ വളരെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ പറയുവാൻ കാരണം, ഈയിടെ ഈ മുരളി ജയന്റെ വീട്ടുകാരായിട്ടുള്ള ഒരു ഡോക്ടർ ലക്ഷ്മി വന്ന് നമ്മുടെ മുരളി ജയനെ എതിരായിട്ട് സംസാരിക്കുകയും അവർ നിയമപരമായിട്ട് പോകുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വാർത്തകളിൽ കൂടിയും അല്ലെങ്കിൽ യൂട്യൂബ് വഴിയും എല്ലാം ഇവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഒരു ആൾ അല്ലെങ്കിൽ മുരളി ജയൻ എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ പച്ചയായ ഒരു മനുഷ്യൻ, അദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം ഒരു 2010 മുതൽ നമ്മളിത് കേൾക്കുന്നതാണ്. സോഷ്യൽ മീഡിയ പുരോഗമിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടുതൽ വന്ന കാലം മുതൽ അദ്ദേഹം പറയുന്നതാണ്, ഞാനാണ് ജയന്റെ മകൻ മുരളി ജയൻ, ഞാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും അതിൽ വിമർശിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നവരുണ്ട്, അനുകൂലിച്ചുകൊണ്ട് വന്നവരുണ്ട്, പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ദൈനംദിനം കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ വർഷങ്ങളായിട്ട് പറയുന്ന മുരളി ജയന് ഇങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? അത് മാത്രമല്ല, മുരളി ജയന്റെ ആ ഫേസ് നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മുരളി ജയൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യസന്ധമായ വാക്കുകളാണ്, അല്ലെങ്കിൽ ശരിയായ കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ മുഖത്തെ ഒരു ഷേപ്പ് അല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ആണ് നമുക്ക് തോന്നുന്നത്. പോസിറ്റീവായിട്ടുള്ള കമൻസുകളും നെഗറ്റീവായിട്ടുള്ള കമൻസുകളും എല്ലാം മുരളി ജയന് വരുന്നുണ്ട് എങ്കിൽ കൂടിയും നമുക്കറിയാം 100-90% ആൾക്കാരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിമർശനാത്മകമായിട്ടുള്ള ഇതുപോലെയുള്ള പ്രതികരിക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജയൻ എന്ന് പറയുന്ന വലിയ താരം, ആ വലിയ ഒരു താരത്തിന് ഒരുപാട് ആരാധകർ നമ്മുടെ കേരളത്തിലും പുറത്തും എല്ലാം അല്ലേ, എല്ലായിടത്തും ലോകത്ത് ആകമാനം ഉണ്ടാകുന്ന പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ജയൻ എന്ന് പറയുന്ന ആ മഹാവ്യക്തിയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ജയൻ എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ അധികം ആരും ചിന്തിക്കാറില്ല അല്ലേ. പക്ഷേ ഇതുപോലെയുള്ള മുരളി ജയൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് ആ വലിയ മനുഷ്യന് ഇതുപോലെയുള്ള ചില രഹസ്യപരമായിട്ട് നമ്മുടെ അല്ലേ അതുപോലുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ള സത്യം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ തെളിയുന്ന തരത്തിലുള്ള ഓരോ വാർത്തകളുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് എപ്പോഴും എത്ര വലിയ മുകളിൽ ഉന്നത തലങ്ങളിൽ ഒരു ആക്ടറായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ജോലികളായിക്കോട്ടെ, ആരാണെങ്കിൽ പോലും ഇതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെയുള്ള നമുക്കറിയാം 100% ശരിയാണെന്ന് നമുക്ക് പറയാൻ ആവുന്നില്ലാത്ത, അതായത് മുരളി ജയന്റെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് 100% മുരളി ജയന്റെ അമ്മ ചെയ്തത് 100% തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെങ്കിൽ ആ ഒരു കുഞ്ഞ് മുരളി ജയൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി, അന്നത്തെ ജയൻ മരിക്കുമ്പോൾ മുരളി ജയന്റെ പ്രായം വെറും 8 വയസ്സാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു കാര്യങ്ങളും അങ്ങനെ അറിയില്ല. മുതിർന്നപ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളർന്നപ്പോഴാണ് പ്രതികരിക്കാനുള്ള ഒരു സമയവും അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവും ആർജവും ഒക്കെ ഈ മുരളി ജയന് ഉണ്ടായത്. പലരും ചോദിക്കുന്ന കമൻസിലൂടെ ചോദിക്കുന്നത് കണ്ടു, പല ആൾക്കാരും, കൂടുതൽ ജയന്റെ വീട്ടുകാരാണ് വിമർശിച്ച് കണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് മുരളി ജയന് കാര്യങ്ങളുടെ പോക്ക്, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് തെളിയിക്കാനെന്നുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വളർന്നു വലുതായത്, ഇപ്പോഴാണ്. അപ്പോൾ 8 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്ത് പറയാനാകും? പലരും കേട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇപ്പോൾ വന്നു, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനാണോ, അല്ലെങ്കിൽ ജയനെ അപകീർത്തിപ്പെടുത്താനാണോ, അല്ലെങ്കിൽ ജയന്റെ വീട്ടുകാരെ അപമാനിക്കാനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുരളി ജയന് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെങ്കിൽ ജയനാണ് എൻ്റെ അച്ഛൻ എന്ന് മുരളി ജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സത്യവും
കാണില്ലേ എന്നുള്ള ഒരു ചോദ്യചിഹ്നം എപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിനായിട്ട് മുരളി ജയൻ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് DNA ടെസ്റ്റ് നടത്തൂ. DNA ടെസ്റ്റ് നടത്തുക, ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുക എന്നുള്ള ഒരു കാര്യം എന്നും എല്ലാവരോടും എല്ലാ മീഡിയകളിലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുരളി ജയൻ്റെ. സത്യസന്ധതയില്ലാത്ത ഒരാൾക്ക് ഇത്രയധികം ഒറ്റയ്ക്ക് ഇത്രയധികം പോരാടാൻ സാധിക്കുമോ? സത്യമില്ലെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യമില്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് പിടിച്ചു നിൽക്കാനാകും? സോഷ്യൽ മീഡിയ പോലെയുള്ള പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെട്ടുകൊണ്ട് ദൈനംദിന ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുരളി ജയനെ എങ്ങനെ പിടിച്ചു നിൽക്കാനാകും? അപ്പോൾ DNA ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ നീതി ജയൻ്റെ മകനെ, നമുക്കറിയാം ജയനെ പോലുള്ള ഒരു ആക്ടറെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്രമാത്രം ബഹുമാനിക്കുന്നു, എത്രമാത്രം ആരാധിക്കുന്നു ഓരോ ജനങ്ങളും, അല്ലെ? ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ജനങ്ങളും നമ്മൾ ജയനെ സ്നേഹിച്ചവരാണ്. ജയനെ ബഹുമാനിച്ചു, ആരാധിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മുരളി ജയൻ്റെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അദ്ദേഹത്തോട് കാണിക്കുന്ന, ജയനോട് തന്നെ കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ? ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും, ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും, മുരളി ജയൻ പരിഹാസപ്പെടുമ്പോഴും എപ്പോഴും നീതി അദ്ദേഹത്തിന് അകലെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും, അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന ഓരോ വാക്കും വളരെ വിഷമം വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നീതി തേടി വരുന്ന ഒരു യുവാവിനെ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന മുരളി ജയന് നീതി കിട്ടേണ്ടത് ആവശ്യമല്ലേ? അത് ജയനോട് കാണിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ജയനോട് കാണിക്കുന്ന നമ്മുടെ ആരാധനയും ബഹുമാനവും സ്നേഹവും എല്ലാം അദ്ദേഹത്തിന് നമ്മൾ നൽകുമ്പോൾ ഇതുപോലെയുള്ള മുരളി ജയനെ പോലെയുള്ള ഒരു ആളുടെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? മുരളി ജയന് നീതി കിട്ടേണ്ടതല്ലേ? DNA ടെസ്റ്റ് നടത്തുവാനായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ മുൻപോട്ട് വരേണ്ടതല്ലേ? അതിനായി ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകളിലൂടെയും യൂട്യൂബുകളിലൂടെയും വരുന്ന ഓരോ കാര്യങ്ങളും ഇതിൻ്റെ വരുത്തി ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതല്ലേ? താങ്ക് യു.